റിയൽ ലൈഫിൽ നമ്മുടെ മെഷീൻസ് ഒക്കെ ഒരു സ്പെസിഫിക് വാല്യൂ എസ്പെഷ്യലി കാൽക്കുലേറ്റർ ഒക്കെ കമ്പ്യൂട്ട് ചെയ്യുന്ന എങ്ങനെയാ ടൈലർ സീരീസ് യൂസ് ചെയ്തിട്ടാ. അതായത് ഇത്ര ഹെവി ആയിട്ട് ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ വന്ന മെഷീൻസ് കമ്പ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഫീസിബിൾ അല്ല. അപ്പൊ നമ്മൾ അതിന് വേണ്ടി ടൈലർ സീരീസ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആൻഡ് അതാ നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഈ ടൈലർ സീരീസ് ആക്യുറേറ്റ് ആവണമെങ്കിൽ അതിൻ്റെ അകത്ത് ടേംസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ബേസിക്കലി ഇത് നോക്കും, ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് നമ്മൾ ടേംസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതനുസരിച്ച് ടൈലർ സീരീസ് ആക്യുറേറ്റ് ആവുന്നത്. എത്രത്തോളം ആഡ് ചെയ്യാം? ഇൻഫൈനൈറ്റ് ആയിട്ട്. ആൻഡ് ഈ ലോകത്ത് ഒരു മെഷീൻസും ഇൻഫൈനൈറ്റ് ആയിട്ട് ആഡ് ചെയ്യത്തില്ല. എങ്ങനെയാണ് ഇൻഫൈനൈറ്റ് ആയിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക? നമ്മൾ കമ്പ്യൂട്ടേഷൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയാണ് ടൈലർ സീരീസ് കൊണ്ടുവന്നത്. എന്നിട്ട് ആ ടൈലർ സീരീസിൽ തന്നെ ഇൻഫൈനൈറ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ അത് ശരിയാവുമോ? ഇല്ലല്ലോ. അപ്പോൾ ഒരു മെഷീൻസും ആക്ച്വലി ഇൻഫൈനൈറ്റ് ടേം ഒന്നും കണ്ടുപിടിക്കില്ല. ആദ്യത്തെ ഒരു 3-4 ടേം കണ്ടുപിടിക്കും. അത് നിങ്ങൾക്ക് അറിയാത്തൊരു സത്യമുണ്ട്. ഏത് ഫംഗ്ഷൻ ആണോ അതിന്റെ ടൈലർ സീരീസ് നമ്മൾ എടുക്കുന്നത്, അതിന്റെ ഒരു ആദ്യത്തെ 3-4 ടേം തന്നെ നമുക്ക് ഏത് വാല്യൂ ആണോ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ ഓൾമോസ്റ്റ് ഒരു 99% എന്ത് വാല്യൂ നമുക്ക് തരും. അതായത് ഓൾമോസ്റ്റ് 99% ഇൻഫർമേഷൻ നമുക്ക് തരും. അതായത് ഇപ്പൊ ഇത് കൺഫ്യൂസ് ആവില്ല. അതായത് നമ്മുടെ സപ്പോസ് ഫംഗ്ഷൻ സൈൻ എക്സ് ആണെന്ന് വെച്ചോ, അപ്പൊ എനിക്ക് സൈൻ 2 വാല്യൂ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചോ, അങ്ങനെ ആകുമ്പം നമ്മുടെ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് ഏതാ? എ എന്ന് പറഞ്ഞാൽ 0. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ടൈലർ സീരീസിൽ നമുക്ക് വേണ്ടുന്ന നമ്മുടെ പോയിന്റ് ഏതാ? ഇപ്പൊ പറഞ്ഞ 2. അപ്പൊ ഈ ബിന് വരും 2. അപ്പം എന്തോ എഫ് ഓഫ് 0 പ്ലസ് എഫ് ഡാഷ് ഓഫ് 0 ഇൻറ്റു 2 മൈനസ് 0 പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 ഇൻറ്റു 2 മൈനസ് 0 ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. ആൻഡ് നമുക്ക് ആദ്യത്തെ ഒരു 3 ടേം കൊണ്ട് തന്നെ സൈൻ 2യുടെ വാല്യൂ ഓൾമോസ്റ്റ് കിട്ടും. ഓക്കെ, ഇത് ഞാൻ കള്ളം പറയല്ലേ, സത്യമാണ്. ഓക്കെ, അതായത് ഈ കാണുന്ന ഇത് ഫസ്റ്റ്, സെക്കൻഡ്, ഒരു 3-ാമത്തെ ടേം കൂടെ ആഡ് ചെയ്യുമ്പോൾ തന്നെ സൈൻ 2യുടെ വാല്യൂ നമുക്ക് ഓൾമോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അതിപ്പോൾ സൈൻ 2ൻ്റെ മാത്രമല്ല, സൈൻ 5ൻ്റെ ആണെങ്കിൽ, സൈൻ 10ൻ്റെ ആണെങ്കിൽ, സൈൻ 26ൻ്റെ ആണെങ്കിൽ, അല്ലെങ്കിൽ സൈൻ 1.9 അല്ലെങ്കിൽ സൈൻ 0.99 എൻ്റെ ഒരു ഓൾമോസ്റ്റ് ഒരു 99% ഇൻഫർമേഷൻ നമുക്ക് ആദ്യത്തെ ഒരു 3 ടേമിൽ തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതിന്റെ കാര്യമുണ്ട്. ഏത് വാല്യൂ ആണ് എടുക്കുന്നത്, ആ വാല്യൂവിന്റെ ആ ഫംഗ്ഷന്റെ ഇൻഫർമേഷൻ നമുക്ക് തരുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ എനിക്കിവിടെ സൈൻ 2 ആ കണ്ടുപിടിക്കണേ, സൈൻ 2ന്റെ ഇൻഫർമേഷൻ ആണ് ആദ്യത്തെ 3 ടേം കൊണ്ട് എനിക്ക് തരുന്നത്, അല്ലാതെ സൈൻ 29 സൈൻ 30യുടെ ഇൻഫർമേഷൻ അല്ല. ഓക്കെ, അതായത് എൻ്റെ സൈൻ ഫംഗ്ഷന്റെ ഇൻഫർമേഷൻ അല്ല എനിക്ക് ആദ്യത്തെ 3 ടേം കൊണ്ട് കിട്ടുന്നത്. സൈൻ 2 ആണ് ഞാൻ എടുക്കുന്നത്, സൈൻ 2ന്റെ മാത്രം ഇൻഫർമേഷൻ ആണ് എനിക്ക് ആദ്യത്തെ 3 ടേം കൊണ്ട് തരുന്നത്. ഓക്കെ, അല്ലാതെ എൻ്റെ സൈൻ എക്സിന്റെ ഇൻഫർമേഷൻ അല്ല എനിക്ക് കിട്ടുന്നത്. സൈൻ 2ന്റെ മാത്രം ഇൻഫർമേഷൻ ആണ് ആദ്യത്തെ 3 ടേം കൊണ്ട് എനിക്ക് കിട്ടുന്നത്. മനസ്സിലല്ല? അതായത് ടൈലർ സീരീസ് കൊണ്ട് നമുക്കൊരു പോയിന്റിൽ ഇൻഫർമേഷൻ കണ്ടുപിടിക്കണേ, ആദ്യത്തെ 3 ടേം കൊണ്ട് തന്നെ ആ ഫംഗ്ഷന്റെ ആ പോയിന്റിലുള്ള വാല്യൂവിന്റെ ഓൾമോസ്റ്റ് ഒരു 99% ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. എന്താ ഞാൻ ഈ പറഞ്ഞ 99%, 99-നെക്കാട്ടി കൂടുതൽ കിട്ടും. അതെന്താ കാര്യം എന്നറിയോ? അതായത് ഈ ആദ്യത്തെ 3 ടേമിൽ മാത്രമേ റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നതെല്ലാം നെഗ്ലിജിബിൾ ആയിരിക്കും. എന്താ കാര്യം എന്നറിയോ? അതായത് ഇപ്പം 3-ാമത്തെ ടേം കൂടെ ആഡ് ചെയ്ത എഫ് ഡബിൾ ഡാഷ് ഓഫ് എ ഇൻറ്റു ബി മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ എന്ന് വന്നെന്ന് വെച്ചാൽ, ഇനി ഞാൻ 4-ാമതോ ടേം എടുക്കുവാന്ന് എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എ ഇൻറ്റു ബി മൈനസ് എ ദ ഹോൾ റൈസ് ടു 4 ഡിവൈഡ് ബൈ ബി മൈനസ് എ ദ ഹോൾ റൈസ് ടു 3 ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ ഇങ്ങനെ വരും. ഓക്കെ, അത് വളരെ ചെറിയ ടേമാ. മനസ്സിലായോ? വളരെ ചെറിയ ടേമാ. അതിനെക്കാട്ടി ചെറിയ ടേമായിരിക്കും 5th ടേം വരുന്നത്. അതിനെക്കാട്ടിലും ഒരുപാട് ചെറുതായിരിക്കും 6th, അതിനെക്കാട്ടിലും വളരെ ചെറുതായിരിക്കും 7th, അതിനെക്കാട്ടിലും ചെറുതായിരിക്കും 8th, അങ്ങനെ പൊക്കോണ്ടിരിക്കും. അതായത് ഓൾമോസ്റ്റ് ഒരു 3rd ടേം കഴിയുമ്പോൾ തൊട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് ആഡ് ചെയ്യുന്ന വാല്യൂസ് എല്ലാം വളരെ കുഞ്ഞു കുഞ്ഞു വാല്യൂസാണ്. കുഞ്ഞു കുഞ്ഞെന്ന് പറഞ്ഞാൽ ഭയങ്കര കുഞ്ഞതാ. ആ കുഞ്ഞു കുഞ്ഞു വാല്യൂസ് എല്ലാം കൂടെ ചേർത്ത്, അതായത് ഈ ഒരു 3 ടേം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഉള്ള ടേമുകൾ മൊത്തം ആഡ് ചെയ്ത് കൊണ്ടുവരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ആദ്യത്തെ 3 ടേം ആഡ് ചെയ്തതിനെക്കാട്ടിലും വളരെ വളരെ നെഗ്ലിജിബിളാണ്. ഓക്കെ, വളരെ വളരെ നെഗ്ലിജിബിളാണ്. ഞാൻ കാര്യമായിട്ട് പറയാം, വളരെ ചെറുതാ, വളരെ ചെറിയ വാല്യൂസാ. മനസ്സിലായോ?
ആൻഡ് ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ ഫംഗ്ഷൻ കോംപ്ലക്സിറ്റി. ചില ഫംഗ്ഷൻ ആദ്യത്തെ 3 ടേമിൽ തന്നെ കംപ്ലീറ്റ് ഇൻഫർമേഷനും കിട്ടും, ചിലതിന് ആദ്യത്തെ 4 ടേം, ചിലതിന് ആദ്യത്തെ 5 ടേം. എങ്ങനെ പോയാലും എനിക്ക് തോന്നുന്നൊരു 10 ടേമിന് അപ്പുറത്തോട്ടൊന്നും നമുക്ക് ഒരിക്കലും എന്താണ് ഓൾമോസ്റ്റ് ഒരു 10 ടേം എത്തുമ്പോൾ തന്നെ നമുക്കൊരു 99.9% 99.8% കിട്ടും. ഞാൻ പറഞ്ഞില്ലേ ഫംഗ്ഷൻസിനനുസരിച്ച് മാറിയിരിക്കും. ചില ഫംഗ്ഷൻസിന് ആദ്യത്തെ 3 ടേം കൊണ്ട് തന്നെ ഫുൾ ഇൻഫർമേഷൻ അല്ലെ 99.8% ഇൻഫർമേഷനും കിട്ടും, ചിലതിന് 4 ആയിരിക്കും, ചിലതിന് 5 ആയിരിക്കും. എങ്ങനെ പോലും ഒരു 10 കൂടുതൽ എത്തൂല. 10 വരെ ഒന്നും മെഷീൻ കാൽക്കുലേറ്റ് ചെയ്യാനും പോകത്തില്ല. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ എടുക്കുക, അതിന്റെ ഇതുപോലെ പേപ്പറും പേനും എടുത്തിട്ട് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ആദ്യത്തെ 1-ാമത്തെ 2-ാമത്തെ 3-ാമത്തെ ചിലപ്പോൾ 4-ാമത്തെ ടേം വരെയൊക്കെ ഒരു നല്ല നമ്പറുകളായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോകുന്ന എല്ലാ ടേമും വളരെ ചെറുതാണല്ലോ എന്ന്. ഓക്കെ, ആൻഡ് ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ പ്രൂവും ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു 6th ടേം എടുത്തെന്ന് വെച്ചോ. ഓക്കെ, സൈനിന്റെയും കോസിന്റെയും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഇയുടെയും എല്ലാം ഈ 6th ടേം വരെ എത്തുമ്പോഴത്തേക്ക് ടൈലർ സീരീസിൽ എങ്ങനെയാ മാറ്റം വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് സൈനിൽ തന്നെ തുടങ്ങാം. സൈനിന്റെ 6th ടേം വേണ്ട, ഇതാണ് നമ്മുടെ സൈൻ എക്സിന്റെ ടൈലർ സീരീസ്. ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ നമ്മളുടെ എ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻട്രസ്റ്റഡ് പോയിന്റ് 0 ആണ്. അപ്പം എല്ലാം എഫ് ഓഫ് എ, എഫ് ഡാഷ് ഓഫ് എ എല്ലാം അതിൻ്റെ അകത്തുള്ള എല്ലാം ഈ 0. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിച്ചോണ്ട് വന്ന നമ്മുടെ ടൈലർ സീരീസ് എന്ന് പറഞ്ഞില്ല, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത് ടൈം എന്താ എക്സ് റൈസ് ടു 11/11 ഫാക്ടോറിയൽ മൈനസ് ഉണ്ടേ. ഓക്കെ, ഞാൻ കാണിച്ചത് അതാ താഴോട്ട് നോക്കൂ, ഇവിടെ വാല്യൂസ് ഉണ്ടല്ലേ. ഫസ്റ്റ് ടേം 2, സെക്കൻഡ് ടേം -1.3, തേർഡ് ടേം 0.26, ഫോർത്ത് ടേം -0.025. ഓക്കെ, ഫോർത്ത് ടേം എത്തിയപ്പോൾ തന്നെ കുറഞ്ഞു കണ്ട. ഫിഫ്ത്ത് ടേം 0.00151, സിക്സ്ത് ടേം -0.00005 കണ്ടോ. സിക്സ്ത് ടേം എത്തിയപ്പോൾ നോക്ക്, സിക്സ്ത് ടേമിൽ കിട്ടിയത് ഇത്രയും ചെറിയ വാല്യൂ. പക്ഷെ ഫസ്റ്റ് ടേം നോക്ക്, സെക്കൻഡ് ടേം നോക്ക്, തേർഡ് ടേം നോക്ക്, ഇവർ മൂന്നും അത്യാവശ്യം വലിയ വാല്യൂസ്. അതായത് ആദ്യത്തെ 3 ടേം കൊണ്ട് തന്നെ നമുക്ക് എന്തായിരിക്കും എന്നുള്ള ഒരു ആക്ച്വൽ വാല്യൂ കിട്ടി. പിന്നെ ഫോർത്ത്, സിക്സ്തും, ഫിഫ്ത്തും, സിക്സ്തും ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വളരെ നെഗ്ലിജിബിൾ വാല്യൂസ്. അതാണ്ട് നോക്ക്, 0.02540, 0.01041, 0.00005. ഓക്കെ, ഇവിടെ നെഗറ്റീവ് സൈൻ ഉണ്ട്, ഇവിടെ പോസിറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ്. ഓക്കെ, ഇപ്പൊ മനസ്സിലായില്ല. അതായത് ഇവിടെ നോക്കാം, ആദ്യത്തെ ഒരു 3 ടേം തന്നെ നമുക്കൊരു ഓൾമോസ്റ്റ് 99% ഇൻഫർമേഷൻ കിട്ടി. പിന്നെ ബാക്കിലോട്ടുള്ള ഫോർത്ത് ടേം പ്ലസ് സിക്സ്ത് ടേം പ്ലസ് സെവൻത് ടേം ഒക്കെ എടുത്താൽ നമുക്ക് കിട്ടുന്ന വളരെ കുഞ്ഞു വാല്യൂ ആയിരിക്കും. ഓക്കെ, ആണ്ടേ ടൈലർ സീരീസിൽ ആക്ച്വലി അതാണല്ലോ എന്ത്, പിന്നെ അങ്ങോട്ട് ടേംസ് ഇങ്ങനെ ആഡ് ചെയ്ത് പൊക്കൊണ്ടേ ഇരിക്കുകയാണല്ലോ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഒരു 3 ടേം കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ഇൻഫർമേഷൻ കിട്ടി. പിന്നെ അങ്ങോട്ട് പോകുന്നതെല്ലാം വളരെ ചെറുതാ. ഇനി കോസിന്റെ കാര്യം കാണിച്ചു തരാം. വേണ്ട, കോസ് എക്സിന്റെ ടൈലർ സീരീസ് 1 - x² 2 പ്ലസ് x റേസ് ടു 4/4 ഫാക്ടർ. ഇവിടെ ഒരു 4 കണ്ണേ കാണിച്ചിട്ടുള്ളൂ, 5ഉം 6ഉം എല്ലാം ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ വേണ്ട, ഫസ്റ്റ് നോക്ക്, ഫസ്റ്റ് ടേം എന്താ കിട്ടുന്നത് 1, സെക്കൻഡ് ടേം -2, തേർഡ് ടേം 0.66, ഫോർത്ത് ടേം എത്തിയപ്പോൾ തന്നെ കുറഞ്ഞ് -0.08889, ഫിഫ്ത്ത് ടേം നോക്ക് 0.00635, സിക്സ്ത് ടേം -0.00028, സിക്സ്ത് ടേം കണ്ട എത്രത്തോളം ചെറുതാണ്. ഏതാ ഇങ്ങോട്ട് നോക്ക്, ആദ്യത്തെ ഒരു 3 ടേം കണ്ടോ വലുതാ. ഞാൻ ഉദ്ദേശിക്കുന്ന മാഗ്നിറ്റ്യൂഡ് വൈസാ. ഓക്കെ, സൈനും നോക്ക്, പിന്നെ നമുക്കറിയാലോ മാഗ്നിറ്റ്യൂഡ് വളരെ ചെറുതാണ്, പിന്നെ കൂട്ടിയാലും കുറച്ചാലും വലിയ കാര്യമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു ഫോർത്ത് ടേം തൊട്ട് അങ്ങോട്ട് നോക്ക്, വളരെ ചെറുതാ കണ്ടോ. കോസിന്റെ ടേമിൽ നമ്മൾ കണ്ട എന്താ, ആദ്യത്തെ 3 ടേം കൊണ്ട് കംപ്ലീറ്റ് ഇൻഫർമേഷൻ കിട്ടി. പിന്നെ അങ്ങോട്ട് കിട്ടുന്നതൊക്കെ വളരെ ചെറിയ വാല്യൂസാണ്, വളരെ ചെറുത്. മനസ്സിലായില്ലേ? അതായത് ഒരു ബൈ 10 ഫാക്ടോറിയൽ ഒക്കെ തന്നെ ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ കിട്ടുന്നത് എന്തോ നോക്കും, 3 ലക്ഷത്തി സംതിങ് ഒക്കെ. അപ്പൊ ആലോചിച്ച് നോക്കട്ടെ, ഏത് നമ്പർ നമ്മൾ ന്യൂമറേറ്ററിൽ എടുത്തിട്ട് ഡിനോമിനേറ്ററിൽ ഇത്രയും വലിയ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അതൊക്കെ ഇത്രയും ചെറുതായി പോത്തേ ഉള്ളൂ. അപ്പൊ എന്ത് മനസ്സിലായി, സൈന്റെയും കോസിന്റെയും. ഇനി ഈയുടെ കാര്യം ഞാൻ കാണിച്ചു തരാം. അതല്ല ഞാൻ പറഞ്ഞു, ഇറ്റ് ഡിപ്പെൻസ് ഓൺ ഫംഗ്ഷൻ അനുസരിച്ച് വേരി ചെയ്യുന്നു. ഈയുടെ കേസ് കാണിച്ചു തരാം. അതായത് ഈ റേസ് ടു എക്സിന്റെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ ഒരു ആദ്യത്തെ 4 എണ്ണം മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് അവിടെ ടേബിൾ കമ്പയർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വാല്യൂ 1, സെക്കൻഡ് വാല്യൂ 2, തേർഡ് വാല്യൂ 2, ഫോർത്ത് വാല്യൂ 1.33. ഇവിടെ ഫോർത്ത് വാല്യൂ കുറവല്ല, ശ്രദ്ധിച്ചോ. ഫിഫ്ത്ത് വാല്യൂ, സിക്സ്ത് വാല്യൂ, ഇവിടെ സിക്സ്തും കുറവല്ല, സെവൻത്, എയ്ത്ത്, നയൻത്,
10th. കണ്ടോ, ഇവിടെ ഒരു 6th കഴിയുമ്പോൾ തൊട്ട് നെഗ്ലിജിബിൾ ആയി തുടങ്ങും. കണ്ടോ, വളരെ ചെറിയ വാല്യൂസാ. പക്ഷെ 10th ഒക്കെ എത്തിയപ്പോഴേ നോക്ക് വളരെ ചെറുതായി. ഓക്കെ, അതാ ഞാൻ പറഞ്ഞത് ഡിപ്പെൻസ് ഓൺ ദ ഫംഗ്ഷൻ. ചില ഫംഗ്ഷൻസിനൊക്കെ 10 ടൈം ഒക്കെ പോകും. 10 ടൈമിൽ കൂടുതൽ പോകുന്നുണ്ടോ എനിക്ക് അറിയത്തില്ല, മേ ബി പോസിബിൾ ആയിരിക്കും. ഞാൻ അത്രത്തോളം നോളജ് എനിക്കില്ല. ഓക്കെ, ഏതായാലും ഓൾമോസ്റ്റ് ഒരു 10 ടേം ഒക്കെ എത്തുമ്പോഴത്തേക്കും എല്ലാ ഫംഗ്ഷൻസും അവർ നെഗ്ലിജിബിളും. സോ നമ്മൾ പറഞ്ഞ എന്താണ്, ടൈലർ സീരീസിൽ ഒന്നെങ്കിൽ ഒരു ആദ്യത്തെ 3 അല്ലെങ്കിൽ 4 5 അല്ലെങ്കിൽ കൂടിപ്പോയ 10. അതും e⁻x പോലത്തെയൊക്കെ നമ്മുടെ മെഷീൻസിനൊക്കെ അറിയാം എത്രത്തോളം ടേംസ് വരുമ്പോൾ അവർ അത്ര ആക്യുറേറ്റ് ആവുന്നത്. ഓക്കെ, അപ്പം ആദ്യത്തെ ഒരു 4 ടേം അല്ലെങ്കിൽ 5 ടേം അല്ലെങ്കിൽ 10 ടേം ഒക്കെ എത്തുമ്പോൾ നമുക്ക് ആക്യുറസി കിട്ടുമെന്ന് വെച്ചോ. ജനറലി ഒരു 5 ടേം എന്ന് തൽക്കാലത്തേക്ക് വെക്കുക. ഒരു 5 ടേമോ 6 ടേമോ കൊടുക്കുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 99.9% കിട്ടിയെന്ന് വെക്കുക. ഓക്കെ, അതാണ് ഇവിടുത്തെ സാധനം. 99.9% കിട്ടിയുള്ളൂ. പിന്നെ ഇങ്ങനെ ടേംസ് കിടപ്പുണ്ട്. നമുക്കറിയാം ടേംസ് നെഗ്ലിജിബിളാ. ബട്ട് എന്താ, ആക്യുറേറ്റ് വാല്യൂ അല്ലല്ലേ കിട്ടുന്നത്, അപ്രോക്സ് വാല്യൂ അല്ലേ കിട്ടുന്നത്, ഓൾമോസ്റ്റ് അടുത്തൊരു വാല്യൂ. ഇതേ കേസ് തന്നെയല്ലേ നമ്മൾ നേരത്തെ നമ്മുടെ മറ്റേ സ്കെയില് വെച്ച് അളക്കുമ്പോൾ ഉള്ള കേസ് പറഞ്ഞ ഇത്ര തെറ്റ് വരാം, എക്സാക്ട് വാല്യൂ അല്ല, അതേ കേസ് തന്നെയല്ലേ ഇവിടെ. കറക്റ്റ് വാല്യൂ അല്ല, ഒരു ഇച്ചിരി വ്യത്യാസം വരാം. അതാ ഇവിടെ പറയുന്നത്. ആൻഡ് എങ്ങനെ നമുക്ക് എറർ കണ്ടുപിടിക്കുക എന്നുള്ളത് അത് നമുക്ക് മീൻ വാല്യൂ തിയറം വെച്ച് പറയാം. ഓക്കെ, അതായത് ഇത് ജസ്റ്റ് നിങ്ങൾക്ക് വേണമെന്ന് വായിച്ചു നോക്കാം. ഒരു പാരഡോക്സ്, അതായത് എന്താ, ഒരു ഒരു ഗോസ് മീൻസ് ജസ്റ്റ് ഗോസ്റ്റ് റണ്ണർ വിളിക്കുന്നേ ഉള്ളൂ. സ്പീഡിൽ ഓടുക, പുള്ളി കോൺസ്റ്റന്റ് സ്പീഡിലാണ് എപ്പോഴും ഓടുന്നത്. ഓക്കെ, പക്ഷെ നമ്മളൊന്നീ പതിയായിരിക്കും, നമ്മളൊന്നീ സ്പീഡിൽ ഓടാം. നമ്മൾ ഹ്യൂമൻ എന്നാൽ നമ്മൾ വേരി ചെയ്ത് ഓടും. ആദ്യം നല്ല സ്പീഡിൽ ഓടി ക്ഷീണിക്കും, പിന്നെ പതിയോടും, പിന്നെ സ്പീഡിൽ ഓടും. പക്ഷെ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ രണ്ടും അവിടെ സെയിം ടൈമിൽ ചെന്ന് കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം എന്താ, മറ്റേ കാറിന്റെ കേസ് പറഞ്ഞ പോലെ സ്പ്ലിറ്റ് സെക്കൻഡിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മളെന്താ ആ ഗോസ്റ്റ് റണ്ണറിന്റെ സ്പീഡുമായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്, ഏതെങ്കിലും ഒരു പോയിന്റിൽ. ഓക്കെ, പലർക്കും ഒരു സംശയം തോന്നിയിട്ടുണ്ടായിരിക്കും, എന്തിനാ ഈ ഗോസ്റ്റ് റണ്ണർ അപ്രോച്ച് ഇവിടെ പറഞ്ഞേക്കുന്നത്. പറയാം, ഇത് പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് ഇതിന്റെ ഐഡിയ സമ്മറൈസ് ചെയ്ത് തരാൻ വേണ്ടിയാണ്. അതായത് ടൈലർ സീരീസ് എടുക്കുക. ഓക്കെ, ടൈലർ സീരീസിൽ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമുക്കൊരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട് എ. നമ്മൾ ടൈലർ സീരീസിൽ പറഞ്ഞ എന്താ, നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 0. സോ ആ 0 എന്ന് പറയുന്ന പോയിന്റ് എടുത്തിട്ട് ആ പോയിന്റിലാണ് നമ്മൾ കൂടുതൽ ടേം ആഡ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ബി എന്ന് പറഞ്ഞ പോയിന്റ് എന്താ, ബി എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് ഏത് പോയിന്റ് വാല്യൂ ആണോ ആ പോയിന്റ്. അതായത് സപ്പോസ് എനിക്ക് sin 2ന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എൻ്റെ എ എന്ന് പറയുന്നത് 0യും ബി എന്ന് പറയുന്നത് 2. ഓക്കെ, അതായത് നമ്മുടെ അവിടെ, ഓക്കെ, നമ്മൾ നേരത്തെ ഡേറ്റ സീരീസ് കണ്ടവർക്ക് അവിടെ x മൈനസ് എ എന്നാണ് കണ്ടിട്ടുള്ളത്. ഓക്കെ, അവിടുത്തെ x ആണ് ഇവിടുത്തെ ബി. അതായത് എനിക്ക് sin 2ന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എൻ്റെ ബി എന്ന് പറയുന്ന 2ഉം എ എന്ന് പറയുന്ന 0. കാരണം നമ്മൾ ടൈലർ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എ എന്ന് പറയുന്ന 0 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് ടൈലർ സീരീസിൽ എഫ് ഓഫ് എ, എഫ് ഡാഷ് ഓഫ് എ, എഫ് ഡബിൾ ഡാഷ് ഓഫ് എ, എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എ. അതായത് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ്, സെക്കൻഡ് ഡെറിവേറ്റീവും തേർഡ് ഡെറിവേറ്റീവും എല്ലാം എടുക്കുന്ന എ എന്ന് പറയുന്ന പോയിന്റിനെ ബേസ് ചെയ്താ. അതായത് നമ്മുടെ എ എന്താ, സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്താ 0. ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അതായത് നമ്മൾ ടൈലർ സീരീസ് പറഞ്ഞു തന്നാൽ ക്ലിയർ ആയിട്ട് പറഞ്ഞുകൊണ്ടിട്ടുണ്ട്, ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് നമുക്ക് അറിയാവുന്ന ഒരു പോയിന്റ് ആണ് എ. ഓക്കെ, നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ആ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമുക്കുണ്ട്. അത് ആ പോയിന്റിലെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കുന്നു, സെക്കൻഡ് ഡെറിവേറ്റീവ് എന്തുമായിരിക്കും, തേർഡ് ഡെറിവേറ്റീവ് എന്തുമായിരിക്കുന്നു, ആ പോയിന്റിലെ വാല്യൂ എന്തുമായിരിക്കുന്നു, കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമ്മളുണ്ട്, ലോക്കൽ ഇൻഫർമേഷൻ. ഓക്കെ, ആ കംപ്ലീറ്റ് ഇൻഫർമേഷൻ വെച്ചുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ അകത്തോട്ട് കൂടുതൽ ടേംസ് ആഡ് ചെയ്ത് നമ്മുടെ ബി എന്ന് പറയുന്ന പോയിന്റിലെ വാല്യൂ കണ്ടുപിടിക്കാൻ നോക്കുന്നത്. ഓക്കെ, ആണല്ലോ, അങ്ങനെ ആണെന്നിട്ട് നമ്മൾ ടൈലർ സീരീസ് ഉപയോഗിക്കുന്നത്. സോ ഇവിടെ എന്താ പറഞ്ഞത്, എനിക്ക് എ എന്ന് പറഞ്ഞ പോയിന്റിലെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഉണ്ട്, അത് വെച്ചുകൊണ്ടാണ് ഞാൻ ടൈലർ സീരീസ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇനി നേരെ മീൻ വാല്യൂ തിയറത്തിലോട്ട് വന്നാലോ, അവിടെയും പറഞ്ഞ എന്താ, എനിക്ക് എ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഓക്കെ, ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് 0 എന്ന് തന്നെ എടുക്കാം. ബി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് പോയിന്റ് ആണ്, sin 2 ആണെങ്കിൽ സപ്പോസ് 2 എന്ന് പറഞ്ഞ വാല്യൂ തന്നെ. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്, ഇവിടെ സി എന്ന് പറഞ്ഞൊരു പോയിന്റ് കൂടെ ഉണ്ട്, എയുടെയും ബിയുടെയും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു പോയിന്റ്.
മനസ്സിലായോ? ഇനി എന്താ ഞാൻ പറയാം, നമ്മൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ടൈലർ സീരീസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ആദ്യത്തെ 3 വാല്യൂ 4 വാല്യൂ അല്ലെ അങ്ങ് കൂടിപ്പോയാൽ 10 വാല്യൂ വരെ നമുക്ക് മതി. എന്ത്? ആ ഫംഗ്ഷനെ കുറിച്ച്, ആ ഫംഗ്ഷന്റെ സ്പെസിഫിക് പോയിന്റിന്റെ ഓൾമോസ്റ്റ് 99% ഇൻഫർമേഷനും കിട്ടാൻ. മനസ്സിലായ? ആ സ്പെസിഫിക് ഫംഗ്ഷന്റെ ആ സ്പെസിഫിക് പോയിന്റിലെ 99.9% ഇൻഫർമേഷനും കിട്ടാനും നമുക്ക് എന്ത് മതി? ഈ പറഞ്ഞ ആദ്യത്തെ ഒരു 3 ടേം മതി, അല്ലെങ്കിൽ 4 ടേം മതി, അല്ലെ 5 ടേം, കൂടിപ്പോയ ഒരു ആവറേജ് നമ്മൾ ഒരു 5 ടേം. ഈയുടെ കേസിലൊക്കെ നമ്മൾ കണ്ട് 10 ടേം ഒക്കെ എത്തുമ്പോഴത്തേക്ക് കുറയും, പക്ഷെ 6ാമത്തെ 7ാമത്തെ ടേം ഒക്കെ കഴിയുമ്പോഴത്തേക്ക് കുറഞ്ഞു. സോ ദാറ്റ് മീൻസ് ഒരു ആവറേജ് തൊട്ടൊരു 7 ടേം കൊണ്ട് നമുക്ക് 99.9% ഇൻഫർമേഷനും കിട്ടും. എന്തിന്റെ? ആ ഫംഗ്ഷന്റെ ആ സ്പെസിഫിക് ബി എന്ന് പറയുന്ന പോയിന്റിലെ വാല്യൂ. ഓക്കെ, ഇപ്പോഴും മറക്കല്ല്, ആ സ്പെസിഫിക് ഫംഗ്ഷന്റെ ബി എന്ന് പറയുന്ന ആ പോയിന്റിലെ മാത്രം ഇൻഫർമേഷൻ ആണ് നമുക്ക് ആദ്യത്തെ ഒരു 3-4 ടേം കൊണ്ട് കിട്ടുന്ന 100% ഇൻഫർമേഷൻ അല്ല. ഓക്കെ, ഇവിടെ മീൻ വാല്യൂ തിയറം എങ്ങനെ വരുന്നതെന്നറിയോ? മീൻ വാല്യൂ തിയറം പറയുന്നത്, നിങ്ങൾ എന്താ ടൈലർ സീരീസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഒരു ഇൻഫിനിറ്റ് ടേം ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് എന്താണ് ഒരു ആദ്യത്തെ 3-4 വാല്യൂസേ നിങ്ങളെ കൊണ്ട് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 99.9% ഇൻഫർമേഷനും കിട്ടും. ബട്ട് അവിടെ ഒരു പ്രശ്നമുണ്ട്. 99.9% ഇൻഫർമേഷനേ ഉള്ളു. 100% ആക്യുറേറ്റ് ഇൻഫർമേഷൻ നിങ്ങളുടെ കയ്യിലില്ല. മനസ്സിലായോ? 100% ആക്യുറേറ്റ് ഇൻഫർമേഷൻ കിട്ടണേ എന്ത് ചെയ്യണം? ടൈലർ സീരീസിൽ ഇൻഫൈനൈറ്റ് ടേംസും ആഡ് ചെയ്യണം. ഇൻഫൈനൈറ്റ് ടേംസ് ആഡ് ചെയ്താൽ 100% ആക്യുറസി. പക്ഷെ നമുക്കറിയാം മെഷീൻസിന് ഒരിക്കലും 100 ഇൻഫൈനൈറ്റ് ടേം ആഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 100% ആക്യുറസിയും കിട്ടില്ല. അപ്പോൾ എന്ത് കിട്ടി? 99.9% അല്ലെ 99.8% ഇൻഫർമേഷൻ നിങ്ങളുടെ കയ്യിലുള്ളു. ഇതേ കാര്യം തന്നെയല്ലേ നമ്മൾ തൊട്ട് മുമ്പേ സ്കെയിലിലും കണ്ടത്. സ്കെയിലിൽ എന്താണ്? നമ്മൾ 5 സെന്റിമീറ്റർ അളക്കുന്നത്, പക്ഷെ ടോളറൻസ് എന്താ? ±1 mm. അതായത് നമുക്കറിയാം ഒന്നെങ്കിൽ അത് 5 സെന്റിമീറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ 5 സെന്റിമീറ്ററിനെക്കാട്ടി 1 മില്ലിമീറ്റർ കൂടുതൽ, 0.1 മില്ലിമീറ്റർ കൂടുതലോ 0.1 മില്ലിമീറ്റർ കുറവോ. അതായത് നമുക്ക് 99% ഇൻഫർമേഷനും ഉണ്ട്, അല്ലെ 99.9% നമുക്ക് ഉറപ്പുണ്ട് അത് 5 സെന്റിമീറ്റർ ആയിരിക്കാം. ആ ബാക്കിയുള്ള 0.1% പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കൊരു സംശയം ഉണ്ട്, അതിനൊരു ടോളറൻസ് ഉണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ അത് 5 സെന്റിമീറ്ററിനെക്കാട്ടി 1 മില്ലിമീറ്റർ കൂടുതലോ 1 മില്ലിമീറ്റർ കുറവായിരിക്കും. ഓക്കെ, അതാണ് ഇവിടുത്തെയും കേസ്. ഓക്കെ, അതാണ് ഇവിടുത്തെയും കേസ്. അതായത് ടൈലർ സീരീസിന് 99.9% ഇൻഫർമേഷനുള്ള ആദ്യത്തെ ഒരു 3-4 ടേം എടുത്താൽ കംപ്ലീറ്റ് ഇൻഫർമേഷൻ കിട്ടണം, ഇൻഫൈനൈറ്റ് ടേംസും ആഡ് ചെയ്യണം. പക്ഷേ അവിടെ നമ്മുടെ മീൻ വാല്യൂ തിയറം വന്നിട്ട് ഒരു കാര്യം പറയാം, നിങ്ങൾ ഇൻഫൈനൈറ്റ് ടേംസ് ഒന്നും ആഡ് ചെയ്യണ്ട, നിങ്ങൾക്ക് 100% ആക്യുറസി ഞാൻ തരാം. ഓക്കെ, അതാണ് മീൻ വാല്യൂ തിയറി ഇവിടെ പറയുന്നത്. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പോയിന്റ് കണ്ടുപിടിക്കണം. സി, ആളുടെ ഇടയ്ക്ക് എയുടെയും ബിയുടെയും ഇടയ്ക്ക് ഏതോ ഒരു പോയിന്റ് ഉണ്ട്, സി. ആ പോയിന്റ് സി എന്ന് പറയുന്ന പോയിന്റിലെ സ്ലോപ്പ് എടുത്താൽ നിങ്ങൾക്ക് 100% എന്താണ് ഇൻഫർമേഷനും കിട്ടും, ഒരു ആക്യുറസി പോലും തെറ്റില്ലാതെ. അതാണ് മീൻ വാല്യൂ തിയറിയോടെ പറയുന്നത്. മനസ്സിലായി? ശ്രദ്ധിച്ച് കേട്ടോ. അതായത് മീൻ വാല്യൂ തിയറി എന്താ ചെയ്യുന്നത് നോക്കിയാൽ, ബേസിക്കലി ഇവിടെ ശ്രദ്ധിച്ചില്ലേ, ഇവിടെ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം ഇങ്ങനെ ആഡ് ചെയ്ത് ഇൻഫിനിറ്റി പൊക്കൊണ്ടിരിക്കും. മീൻ വാല്യൂ തിയറത്തിന്റെ നോക്കുക, എഫ് ഓഫ് ബി ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് എഫ് ഡാഷ് ഓഫ് സി ഇൻറ്റു ബി മൈനസ് എ. ഇവിടെ നോക്കിയാൽ ഈ എഫ് ഓഫ് എ എന്ന് പറയുന്ന ഫസ്റ്റ് ടേം 2 പേർക്കും ഈക്വല, കണ്ടോ? പിന്നെ അങ്ങോട്ടാ വ്യത്യാസം. പിന്നെ ടൈലർ സീരീസ് വന്ന ഇൻഫിനിറ്റ് ടേമും വരും, മീൻ വാല്യൂ തിയറം വന്ന ഒറ്റ ടേമും വരും. ഓക്കെ, യു നെയിൽഡ് ഇറ്റ്. ഇതാണ് ആ പാർട്ട്. ഓക്കെ, ഈ ഇൻഫിനിറ്റ് ടേംസ് ആഡ് ചെയ്താൽ നമുക്കൊരു വാല്യൂ കിട്ടുമല്ലോ. ഹൈപ്പോത്തറ്റിക്കലി പറഞ്ഞാല് ആക്ച്വൽ കേസിൽ ഇൻഫിനിറ്റ് ടേംസ് ആഡ് ചെയ്യാൻ പറ്റൂല എന്ന് നമുക്കറിയാം. പക്ഷെ സപ്പോസ് നമ്മളിതാ ഈ ഒരു സെക്കൻഡ് ടേം തൊട്ട് അറ്റം വരെയുള്ള ഇൻഫൈനൈറ്റ് ടേം ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? ആ വാല്യൂ ആയിരിക്കും എഫ് ഡാഷ് ഓഫ് സി ഇൻറ്റു ബി മൈനസ് എ. ഇതാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ മീൻ വാല്യൂ തിയറം പറയുന്നത്. എന്താ നോക്ക്, ആദ്യത്തെ ഇത്രയും പാർട്ട് ഓൾമോസ്റ്റ് സെയിമാ രണ്ടുപേർക്കും, കണ്ടോ? പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു. അതിന്റെ കാര്യം എന്താ? ഇൻഫൈനൈറ്റ് ടേംസ് ആഡ് ചെയ്യണം എന്നാൽ മാത്രം ഈക്വലോ. പക്ഷെ ഇവിടെ കറക്റ്റ് ഈക്വൽ ടു ആ. ഇവിടെ എന്താ, ഈ പാർട്ട് തൊട്ട് അങ്ങ് ഇൻഫൈനൈറ്റ് വരെ പോകുന്നതിന്റെ സമ്മ് എഫ് ഡാഷ് ഓഫ് സി ഇൻറ്റു ബി മൈനസ് എന്ന് പറഞ്ഞ ഒറ്റ പോയിന്റ് നമുക്ക് തരും.
അതാണ് മീൻ വാല്യൂ തിയറം പറയുന്നത്. ഓക്കെ, ഇതിപ്പോൾ ലാഭമായല്ലോ. അതായത് സി എന്ന് പറഞ്ഞൊരു പോയിന്റ് കണ്ടുപിടിച്ചിട്ട് ആ പോയിന്റിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാ ഇനി ഇൻഫൈനൈറ്റ് ടേം ആഡ് ചെയ്യുന്നത്? നമുക്ക് ടൈലർ സീരീസ് എന്ന് പറഞ്ഞ സാധനമേ അങ്ങ് പൊളിച്ചു കളഞ്ഞൂടെ? എന്നിട്ട് മീൻ വാല്യൂ തിയറം അവിടെ കൊണ്ട് കയറ്റി വെച്ചൂടെ? അതായത് നമ്മളിവിടെ എന്താ ആദ്യത്തെ 3-4 ടേമോ എടുത്തിട്ട് മാത്രമാണ് നമുക്ക് ടൈലർ സീരീസിൽ ഓൾമോസ്റ്റ് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത്. ഓക്കെ, 99.9%. പക്ഷെ ഇവിടെ മീൻ വാല്യൂ തിയറം പറയുന്നത് എന്താ? നിങ്ങൾ അതൊക്കെ വിടടേ, ഫസ്റ്റ് ടേം എടുത്തിട്ട് സെക്കൻഡ് ടേമിലോട്ട് എൻ്റെ സി എന്ന് വന്ന പോയിന്റ് കണ്ടുപിടിച്ചിട്ട് ആ പോയിന്റിന്റെ സ്ലോപ്പ് എടുക്ക്, എന്നാൽ ഞാൻ നിങ്ങൾക്ക് 100% ഇൻഫർമേഷനും തരാം. ഇതാണ് മീൻ വാല്യൂ തിയറം നമ്മളോട് വന്നിരുന്നു പറയുന്നത്. ഓക്കെ, ആൻഡ് ദാറ്റ് കംസ് വിത്ത് എ ചലഞ്ച്. മറ്റേ പറയല്ല, വിത്ത് ഗ്രേറ്റ് പവർ കംസ് വിത്ത് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. ആ സി തിയററ്റിക്കലി കറക്റ്റ് ആണ്. സി എന്ന് പറയുന്ന ഒരു പോയിന്റ് കണ്ടുപിടിച്ച് ആ പോയിന്റിലെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് ആ ഫംഗ്ഷന്റെ കംപ്ലീറ്റ് ഇൻഫർമേഷനും കിട്ടും. ആൻഡ് ആ സി എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിച്ച് ഇച്ചിരി കോംപ്ലിക്കേഷൻ, ഇച്ചിരി പാടാം. മനസ്സിലായോ? ഓക്കെ, ആ സി എന്ന് അതായത് ഒരു സാധനം നമുക്ക് ചുമ്മാ അങ്ങോട്ട് കിട്ടൂലല്ലോ. കാരണം ഈ ടൈലർ സീരീസ് ഉണ്ടായതേ നമുക്കറിയാമല്ലോ. അപ്പോൾ ടൈലർ സീരീസിനെ തന്നെ മറിച്ച് വെച്ചിട്ട് ആ ഇൻഫൈനൈറ്റ് ടേം ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന സാധനം എന്താണോ അതിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് സി എന്ന് പറഞ്ഞൊരു പോയിന്റിലെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അത് ചുമ്മാ അങ്ങോട്ട് തരാൻ പറ്റത്തില്ലല്ലോ. ആ സി എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കണ്ടേ? അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡാ. ഇറ്റ് വേരീസ് ഓൺ ഫംഗ്ഷൻ. ഫംഗ്ഷൻസ് മാറുന്നതനുസരിച്ച് അത് വേരി. കാരണം എന്താണ്, എ തൊട്ട് ബി എന്ന് നമ്മുടെ എ എന്താണ് 0. ഓക്കെ, 0 തൊട്ട് ബി വരെയുള്ള ആ അത്രയുമിൻ്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമുക്ക് എന്ത് സി എന്ന് പറയുന്ന ഒറ്റ പോയിന്റ് തരണം. മനസ്സിലായോ? അതായത് സി എന്ന് പറയുന്ന പോയിന്റ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എ തൊട്ട് ബി വരെയുള്ളതിൻ്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ അവൻ്റെ ഇരിപ്പുണ്ട്. മനസ്സിലായോ? അതായത് എ എന്ന് പറയുന്ന പോയിന്റ്, നമ്മുടെ ഇവിടുത്തെ എ എന്ന് പറയുന്ന പോയിന്റ് അല്ല 0 തൊട്ട് ബി എന്ന് പറയുന്ന പോയിന്റ് ഏതാ? നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ sin 2 ആണെങ്കിൽ, സൈൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ് ഇവിടെ എക്സാമ്പിൾ എടുക്കുന്നതെങ്കിൽ മാത്രം ബി എന്ന് പറയുന്നത് എന്ത് 2 കാരണം sin 2 ആണെന്നല്ല അറിയേണ്ടുന്നത്. അപ്പം സിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ സിക്ക് ഈ 0 തൊട്ട് 2 വരെയുള്ളതിൻ്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ മതി. ആൻഡ് സി എന്ന് പറയുന്നത് 0യുടെയും 2ന്റെ ഇടയിലുള്ള ഏതൊരു വാല്യൂ. മനസ്സിലായി? പക്ഷേ ടൈലർ സീരീസിൽ അങ്ങനെ, ടൈലർ സീരീസിൽ നമുക്ക് എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ മാത്രമേ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഉള്ളൂ. ഉണ്ടോ? എഫ് ഡാഷ് ഓഫ് എ, എഫ് ഡബിൾ ഡാഷ് ഓഫ് എ ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. അതായത് നമുക്ക് ഏതോ ഒരൊറ്റ പോയിന്റ് എ എന്ന് പറയുന്ന നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മാത്രം കംപ്ലീറ്റ് ഇൻഫർമേഷനെ നമ്മുടെ ഈ ടൈലർ സീരീസ് ഇരിപ്പുള്ളൂ. പക്ഷേ മീൻ വാല്യൂ തിയറം അങ്ങനല്ല. മീൻ വാല്യൂ തിയറം പറയുന്ന എ തൊട്ട് ബി വരെയുള്ളതിൻ്റെ കംപ്ലീറ്റ് ഇൻഫർമേഷനും ഒരൊറ്റ പോയിന്റിലെ സ്ലോപ്പിൽ ഇരിപ്പുണ്ട്. അതാ മീൻ വാല്യൂ തിയറം നമ്മളോട് പറയുന്നത്. ആൻഡ് അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റ് കണ്ടുപിടിച്ചാൽ അത് കിട്ടുമെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാ. കണ്ടിട്ടില്ലേ ഈ നീതിയൊക്കെ നമ്മൾ മൂവി കണ്ടിട്ടില്ലേ? ഒറ്റയടിക്ക് ചെന്ന് കയറി എടുക്കുമെന്ന് പറ്റത്തില്ല, ഇച്ചിരി പാടല്ലേ? അതുപോലെ തന്നെ ഫങ്ഷൻസ് അനുസരിച്ച് അത് മാറിക്കൊണ്ടേയിരിക്കും. കണ്ടുപിടിച്ച് ഇച്ചിരി കോംപ്ലിക്കേറ്റഡാ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളെ ഗോസ്റ്റ് റണ്ണർ അപ്രോച്ച് ഇവിടെ പറഞ്ഞത്. അതായത് അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട് എന്ന് നമുക്കറിയാം. ഓക്കെ, അതാ പറയുന്നത്. അതായത് നമ്മൾ ഓടുമ്പം നമ്മളെ ഗോസ്റ്റിന്റെ കൂടെ ഓടുമ്പോൾ ഗോസ്റ്റ് കോൺസ്റ്റന്റ് സ്പീഡിൽ ഓടുന്നത്, നമ്മൾ സ്പീഡ് കുറഞ്ഞ് സ്പീഡ് കൂടിയൊക്കെ ഓടും. ഓക്കെ, പക്ഷേ നമ്മൾ സെയിം ടൈമിൽ എത്തിയിട്ടുണ്ട് എന്നതിൻ്റെ അർത്ഥം നമ്മൾ ഏതോ ഒരു പോയിന്റിൽ ആ ഗോസ്റ്റിന്റെ സ്പീഡിനോട് നമ്മൾ സെയിം ആയി. മനസ്സിലായ? അതന്നെ ഇവിടെയും പറയുന്നത്. സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് എന്ന് നമ്മളോട് പറയുന്നുണ്ട്. ഓക്കെ, സി കണ്ടുപിടിക്കാൻ പാടാണ്, പക്ഷെ സി എന്ന് പറയുന്ന ഒരു പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മളോട് ഇത് പറഞ്ഞു വെക്കുന്നത്. മീൻ വാല്യൂ തിയറം അത് തന്നെ പറയുന്നത്. സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അപ്പൊ എന്താ, ഇപ്പം ഒരു നിധി കണ്ടുപിടിക്കാൻ പോകുന്നതിന്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? നിധി ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിക്കുക എന്നതല്ലേ. അപ്പം മീൻ വാല്യൂ തിയറം പറയുന്നത് നിധി ഉണ്ട് എന്നതാണ്. ഓക്കെ, ഉണ്ട് എന്നതിനുള്ള സാധനത്തിന്റെ പുറകെ പിന്നെ നമുക്ക് ഇറങ്ങി തിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് തന്നെയാണ് ഇവിടെ. ഉണ്ട് എന്ന് നമുക്ക് പ്രൂഫ് ചെയ്ത് തരുന്നുണ്ട്, പക്ഷെ എവിടെ ആണോ അല്ലെ എങ്ങനെ കണ്ടുപിടിക്കണോ എന്നത് പറയുന്നില്ല. ഉണ്ട് എന്ന് തന്നെ ഉറപ്പുണ്ടായി തന്നെ പകുതി പ്രശ്നം കഴിഞ്ഞല്ലോ. ഓക്കെ, ഉണ്ട്, കണ്ടുപിടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന്. ഓക്കെ, അതാണ് ഇവിടെ മീൻ വാല്യൂ തിയറം പറയുന്നത്. ആൻഡ് നിങ്ങൾ കണ്ടില്ലേ മീൻ വാല്യൂ തിയറത്തിൽ കണ്ടില്ലേ, ഈ സെക്കൻഡ് ടൈം തൊട്ട് ഇൻഫൈനൈറ്റ് വരെ ആഡ് ചെയ്ത കംപ്ലീറ്റ് ഇൻഫർമേഷനും ഇതിന്റെ കയ്യിലിരിപ്പുണ്ട്. ഏത് കംപ്ലീറ്റ് ഫംഗ്ഷന്റെ അല്ല, എ തൊട്ട് ബി വരെ. അത് മറക്കല്ലേ, ഒറ്റയടിക്ക് തെറ്റിദ്ധരിക്കില്ലേ. ഈ സി എന്ന് പറയുന്ന പോയിന്റ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഇരിപ്പുണ്ടെന്ന് കിട്ടും. എങ്ങനെയാണെന്നറിയോ? എ എന്ന് പറയുന്ന പോയിന്റ് 0യോ അല്ലെങ്കിൽ 0 എന്ന് എടുത്താൽ ബി എന്ന് പറയുന്ന പോയിന്റ് ഇൻഫിനിറ്റി ആയിരിക്കണം. അപ്പൊ എന്ത് തെറ്റ്? ഇവളുടെ ഇടയിൽ ഏതെങ്കിലും പോയിന്റ് എടുത്താൽ പോരാ. അല്ലെ എ എന്ന് പറയുന്ന പോയിന്റ് നെഗറ്റീവ് ഇൻഫിനിറ്റിയും ബി എന്ന് പറയുന്ന പോയിന്റ് പോസിറ്റീവ് ഇൻഫിനിറ്റി ആണെങ്കിൽ there exists a point C in between negative infinity and positive infinity such that ആ സിയുടെ കയ്യിൽ ആ ഫംഗ്ഷനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഇരിപ്പുണ്ട്. അപ്പൊ ആലോചിച്ച് നോക്ക്, ഏതെങ്കിലും 2 പോയിന്റിൽ തന്നെ കണ്ടുപിടിക്കാൻ
ഇച്ചിരി പാടാന്ന് നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ. ചിലർക്ക് തോന്നുന്നുണ്ടായിരിക്കും 0 ആയിരിക്കുമെന്ന്. എനിക്കറിയില്ല, ഞാൻ അതിൽ കൂടുതൽ ഡിഗ് ചെയ്തിട്ടില്ല. പക്ഷെ ഇതാണ് മീൻ വാല്യൂ തിയറം നമ്മളോട് പറഞ്ഞത്. ഇനി ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ മെഷീൻസ് ഒരിക്കലും ഫുള്ള് എടുക്കൂലെന്ന്. കാരണം മെഷീൻസിനെ കൊണ്ട് പറ്റത്തില്ല ഇൻഫൈനൈറ്റ് ടൈം ആഡ് ചെയ്ത് ഒന്നും കണ്ടുപിടിക്കുക. മെഷീൻസ് എന്ത് ചെയ്യും, ആദ്യത്തെ ഒരു 3-4 ടേം എടുക്കും. അല്ല കാൽക്കുലേറ്റർ ആദ്യത്തെ 3-4 ടേം എടുക്കും. പക്ഷെ 3-4 ടേം എടുത്താൽ നമുക്ക് 99.9% ഇൻഫർമേഷനെ കിട്ടിയുള്ളൂ. ഓക്കെ, അതായത് ഏതാണ്ട് നമ്മൾ ആ വയർ എടുത്ത് മുറിക്കുന്നതിന്റെ അതേ രീതി തന്നെ. അവിടെ നമുക്ക് അൾട്ടിമേറ്റ്ലി നമ്മൾ കണ്ടുപിടിച്ച ലെങ്താ. ഓക്കെ, ആ ലെങ്തിനെ കൊണ്ട് വെച്ചിട്ട് നമ്മൾ കിട്ടുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ടിൽ ഇത്രത്തോളം എറർ വരാൻ നമ്മൾ കണ്ടുപിടിച്ച. ഇവിടെ എങ്ങനെ, ഇവിടെ ഇപ്പോൾ സപ്പോസ് ഒരു ഫംഗ്ഷനി എന്താണ് സൈൻ ഒരു ഇക്വേഷൻ തന്നെ വന്നെന്ന് വെച്ചോ, ഏതെങ്കിലും എറർ ഫംഗ്ഷനോ അല്ലെങ്കിൽ ലോസ് ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തേലും, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാലോ എത്രയോ ഇക്വേഷനകത്ത് സൈനും കോസും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? സൈൻ സ്പെസിഫിക് വാല്യൂ അല്ലേ അടിക്കുന്നത്. അപ്പൊ സൈൻ്റെ ആ വാല്യൂ അടിക്കുമ്പോൾ നമുക്ക് നമ്മളെന്താ പറഞ്ഞാൽ കാൽക്കുലേറ്ററിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ 99.9% ഇൻഫർമേഷനെ കിട്ടുമെന്ന്. അപ്പോഴെന്തോ പറ്റി, ഈ 99.9% ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയതും കൊണ്ട് നമ്മൾ അതിന്റെ ഫൈനൽ ഔട്ട് എടുക്കുമ്പോഴും അതിലൊരിക്കലും 100% ആക്യുറേറ്റ് ആയിരിക്കില്ല. ഓക്കെ, സൈൻ 0 എന്ന് പറയുന്ന വാല്യൂ നമുക്കറിയാം 0-യാ. അപ്പൊ സൈൻ 0 വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന ഔട്ട്പുട്ട് 100%. പക്ഷെ സൈൻ 1.98 എന്ന് പറഞ്ഞ വാല്യൂ ഞാൻ കാൽക്കുലേറ്ററിൽ കൊടുക്കുമ്പോൾ അത് ചെയ്യുന്ന എന്താ, ഈ ടൈലർ സീരീസിൽ കൊണ്ടുപോയി ചിലപ്പോൾ ആദ്യത്തെ ഒരു 4-5 ടേം ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആയിരിക്കും എനിക്ക് തരുന്നത് റൗണ്ട് ഓഫ് ചെയ്ത്. അപ്പൊ അത് ഒരിക്കലും 100% കറക്റ്റ് അല്ലല്ലോ, ഓൾമോസ്റ്റ് 99.9% കറക്റ്റ് അല്ലേ. അപ്പൊ ആ വാല്യൂ കൊണ്ട് ഇട്ട് കൊടുക്കുന്ന ഇക്വേഷനിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഫൈനൽ ഔട്ടിലും അത്രത്തോളം ഡീവിയേഷൻ സംഭവിച്ചൂടെ? ഓക്കെ, എക്സാക്ട് നമ്മൾ നേരത്തെ കണ്ട അതേ സാധനം തന്നെ ഇവിടെ. അതായത് എറർ വരാം, അത് എത്രത്തോളം മാക്സിമം വരാം എന്നതാണ് ഇവിടെ ടൈലർ സീരീസിന്റെ കേസിൽ നമ്മളിവിടെ മീൻ വാല്യൂ തിയറം വെച്ച് പറയാൻ പോകുന്നത്. അതായത് നമുക്കറിയാം ഓൾമോസ്റ്റ് 99.9% കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എറർ കണ്ടുപിടിക്കണമല്ലോ. നമ്മൾ നേരത്തെ ഒരു എറർ കണ്ടുപിടിച്ചല്ലോ, അതുപോലെ തന്നെ നേരത്തെ ആ ഫയറിന്റെ അതേ ലോജിക്ക് തന്നെ ഇവിടെ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ എററിന്റെ ഇക്വേഷൻ. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്ത് ഫസ്റ്റ് ടേം എടുത്ത്, അതായത് ഫസ്റ്റ് 2 ടേം എടുത്ത്, അത് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ എഫ് ഓഫ് എയും എഫ് ഡാഷ് ഓഫ് എ ഡിവൈഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു ബി മൈനസ് എ എന്ന് പറഞ്ഞ കാര്യം മാത്രം എടുത്ത്. ഓക്കെ, ഏത് സൈൻ എക്സിന്റെ എനിക്ക് 0.1 കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഞാൻ എടുത്ത ടേം ഏതൊക്കെയാന്ന് ചോദിച്ചാൽ എഫ് ഓഫ് എയും എടുത്ത് എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു ബി മൈനസ് എ എന്ന് പറഞ്ഞ ടേമും എടുത്ത്. അപ്പൊ ആ 2 ടേം മാത്രമേ എടുത്തുള്ളൂ. അപ്പൊ എനിക്ക് എന്ത് കിട്ടി, സൈൻ 0.1 എന്ന് പറഞ്ഞാൽ 0.1 എന്ന് തന്നെ കിട്ടി. അതായത് നമുക്കറിയാം നമ്മൾ ലീനിയർ അപ്രോക്സിമേഷൻ ഓഫ് സൈൻ എക്സ് എന്തോന്ന് നിയർലി ഈക്വൽ ടു എക്സ് നമ്മൾ ഓൾറെഡി കണ്ടതാ. അപ്പൊ എന്ത് പറ്റി, ആദ്യത്തെ 2 വാല്യൂ കൊണ്ട് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടി. പക്ഷെ എനിക്കറിയാതെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ അറ്റ്ലീസ്റ്റ് 3 എടുക്കണമെന്ന്. പക്ഷെ ഇവിടെ നമ്മൾ 2 ടേമെങ്കിലും എടുത്തിട്ടുള്ളൂ. അപ്പൊ എന്താ, നമുക്കറിയാം എറർ ഉണ്ട്. ഓക്കെ, ആ എറർ കണ്ടുപിടിക്കുന്നതാണ് ഈ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തോന്നും ഈ ഇക്വേഷൻ എങ്ങനെ വന്നത്? ഈ ഇക്വേഷൻ എങ്ങനെ വന്നാൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മുടെ നോർമൽ കാര്യത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് കുറച്ച് മേലോട്ട് പോകുമ്പോൾ, അതായത് ഈ ഒരു ഇക്വേഷൻ കണ്ടോ. ഓക്കെ, ഇതെങ്ങനെ വന്നാൽ നമ്മൾ കണ്ടതാണല്ലോ. അതായത് ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എഫ് ഡാഷ് ഓഫ് സി ഇൻറ്റു ബി മൈനസ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. അത് തന്നെയാണ് എറർ ഇൻ ഔട്ട്പുട്ട് ഈക്വൽ ടു സ്ലോപ്പ് അറ്റ് സം പോയിന്റ് ഇൻറ്റു എറർ ഇൻ ഇൻപുട്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെ ഇക്വേഷൻ ആയെന്നും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, ഗിവ് മീ 5 minutes. ഞാൻ എന്താന്ന് പറഞ്ഞുതരാം. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, കേട്ടിരുന്നാൽ മതി.